നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ ചെളിവെള്ളം വന്ന വീടുകളാണ്. ഈ വീടുകളിലെ അവരുടെ വസ്ത്രങ്ങളും സാധനങ്ങളും ഒക്കെ തന്നെ പുറത്താണുള്ളത്. ഇപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ നമുക്ക് കാണാം മേശയും അലമാരിയും ഒക്കെ തന്നെ അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇന്ന് മഴ പെയ്ത് ഈ ചെളിവെള്ളം ഈ വീടിനുള്ളിലേക്ക് വന്നാൽ തീർച്ചയായും ഈ മേശയും ഒക്കെ തന്നെ നനയും, അപ്പോൾ ചെളിവെള്ളം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ കഴുകി വൃത്തിയാക്കി വീടിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഏത് സമയത്തും മഴ പെയ്താൽ ഈ ചെളിവെള്ളം, കാരണം ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്നലെ വീണ്ടും മണ്ണിടിഞ്ഞിരുന്നു. ആ മണ്ണൊക്കെ ഇങ്ങോട്ടേക്ക് ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് വീട്ടിലേക്കൊക്കെ നടന്നു പോകുന്ന വഴിയുടെ അവസ്ഥ ഇതാണ്. പക്ഷേ കുറച്ചുകൂടി ആശ്വാസമുണ്ട് എന്നതാണ്. കാരണം കുറേയൊക്കെ ചെളി വൃത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഉറപ്പുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ എത്രമാത്രം നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്? താൽക്കാലികമായിട്ടുള്ള ഉറപ്പുകളാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറും അതേപോലെ നാഷണൽ ഹൈവേൻ്റെ എഞ്ചിനീയേഴ്സും ഇന്ന് രാവിലെ വന്ന് ഇവിടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവർക്ക് പ്രായോഗികമായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. 27-ാം തീയതിക്കുള്ളിൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള വെള്ളത്തിനും ചളിക്കും പോകാനുള്ള വഴിയും പിന്നെ നമ്മളെ ഡ്രെയിനേജ് കുറച്ച് ആഴത്തിലെടുക്കാനും അതെല്ലാം ഇന്നലെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. 27-ാം തീയതി വരെ നമ്മൾ സമരമൊക്കെ അവസാനിപ്പിച്ച് എല്ലാവരും നാട്ടുകാർ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് 27 വരെ നമുക്ക് നമ്മളേതായ രീതിയിലുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് നാട്ടുകാരെല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത്. ചെളിയൊക്കെ വൃത്തിയാക്കി തുടങ്ങിയല്ലേ? ചളിയെല്ലാം ഇപ്പോൾ വൃത്തിയാക്കി തുടങ്ങി. താമസിക്കാൻ പറ്റുന്ന അവസ്ഥയായോ? ഇല്ല, താമസിക്കുന്ന പറ്റുന്ന അവസ്ഥയൊന്നും ആയിട്ടില്ല. അതിന് കുറേ എന്തെല്ലോ വൃത്തിയാക്കാനുണ്ട്. എല്ലാം ഒന്നേ തുടങ്ങണം. ഇന്ന് എല്ലാ സാധനവും എല്ലാം ഫർണിച്ചറായാലും ഇലക്ട്രിക്കിൻ്റെ സാധനമായാലും എല്ലാം പോയിട്ടല്ലില്ലത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ആദ്യം പുതിയ എല്ലാം തുടങ്ങണം. അപ്പോൾ ഇവരുടെ ഈ ചെളിയിൽ പുരണ്ടുപോയ സാധനങ്ങൾ, അതായത് കിടക്കയുണ്ട്, എല്ലാ വസ്തുക്കളും ഒക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ എടുത്ത് അവിടെ ഒരു കട്ടിൽ നമുക്ക് കാണാം, അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം എടുത്ത് പുറത്തിട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അവരുടെ രേഖകളൊക്കെ തന്നെ ഈ ചെളിയിൽപ്പെട്ട് പോയി അവസ്ഥയുണ്ടായിരുന്നു, ആധാർ അടക്കമുള്ള രേഖകൾ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കുകയാണ്. കുറേയൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്. നഷ്ടപരിഹാരം ലഭിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം. ശരി ഫെലിക്സ്, താൽക്കാലികമായ ഒരു ഉറപ്പാണ് അവർക്ക് നൽകിയിരിക്കുന്നതെന്നാണല്ലോ അവർ പറയുന്നത്. ഏതായാലും 27-ാം തീയതി എന്ന ഉറപ്പിൽ അവരിതൊക്കെയും ഈ പ്രതിഷേധമൊക്കെ പിൻവലിക്കുകയാണ് ചെയ്തത്. ഒരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണ്. ഏതായാലും 27-ന് നോക്കാം ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും